ഈ കൊല്ലം നീയില്ലാത്ത ഓണമില്ല ചങ്ങാതി, ഇന്നും നിന്റെ മുഖമുള്ളിൽ തെളിയാറുണ്ട്. രാവും പകലും നീ വളയം പിടിച്ചില്ലേ, കുടുംബത്തിൻ പട്ടിണി മാറ്റാൻ ഇറങ്ങിയില്ലേ. കഴിഞ്ഞ ഓണത്തിന് അത്തമിട്ടോനല്ലേ, കളിച്ചിരിയാലൊപ്പം നിന്നോനല്ലേ. ഇന്നും ഞാൻ ഓർക്കുന്നു പൊന്നാര ചങ്ങാതി, നീയില്ലാത്ത ഓണം കണ്ണീരില. കേരളം ഒന്നാകെ നിനക്കായി കാത്തില്ലേ, നീ വരുവാനായി പ്രാർത്ഥിച്ചില്ലേ. ഉള്ളു പീടഞ്ഞു പോയി ആ വാർത്ത കേട്ടപ്പോൾ ആകെ തളർന്നു പോയി കൂട്ടുകാരാ. നിനക്കൊരു ആപത്തും വരുത്തല്ലെന്ന് കണ്ണു നിറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചില്ലേ. എന്നിട്ടും കേട്ടില്ല ദൈവമേ നിങ്ങളും ഞങ്ങളെ ചങ്ങാതിയെ കൊണ്ടുപോയേ. ഞാൻ അർജുൻ്റെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അർജുൻ്റെ എന്തെങ്കിലും ഒരു ന്യൂസ് അപ്ഡേറ്റ് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളുണ്ട്. അർജുൻ അത്രയും സ്നേഹിക്കുന്ന, അർജുന് വേണ്ടി അത്രയും പ്രാർത്ഥിക്കുന്ന, അർജുൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും അതൊക്കെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവാറുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും അർജുൻ എവിടെയാണെന്ന് പോലും സൂചനയില്ല. എന്നാലും എല്ലാവരും പറയുന്നത് ഒന്ന് ജീവനോടെ കിട്ടിയാൽ മതി, ഞങ്ങൾ അതിനാണ് കാത്തിരിക്കുന്നത് എന്ന്. നമ്മളിൽ പലർക്കും അർജുൻ ആരാണെന്ന് പോലും അറിയില്ല. എന്നിട്ടും നമ്മൾ അർജുൻ അത്രത്തോളം സ്നേഹിക്കുകയും അർജുന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അർജുൻ്റെ വീട്ടിലുള്ളവർ അനുഭവിക്കുന്നൊരു വേദന അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം അർജുൻ്റെ ഭാര്യയ്ക്കൊരു കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാക്കി. മലയാളി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിനാണ് അവർ കേസ് കൊടുത്തത്. ഭർത്താവ് നഷ്ടപ്പെട്ട, മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന അവർക്ക് ഇത്രത്തോളം ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അർജുനെ കാണാതായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അർജുൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കഴിച്ചു എന്നുള്ളതായിരുന്നു ഒരു ന്യൂസ്. കഴിഞ്ഞ ഫെബ്രുവരിയിലെങ്ങാനും അർജുൻ്റെ പെങ്ങളെ കുട്ടിയുടെ എങ്ങാനും ഒരു ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആഘോഷത്തിൻ്റെ ഫോട്ടോ എവിടുന്നോ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് അവർ വീഡിയോ ഇട്ടു. അതേപോലെ ഫേസ്ബുക്ക് പേജിൽ നിന്നൊരു ആളും അങ്ങനെ ഇട്ടു. പക്ഷേ അത് ഇവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്നുള്ളത് ഇവരാരും ചിന്തിച്ചില്ല. അത് ഉള്ളതാണെങ്കിൽ ഓക്കെ, ഇല്ലാത്തൊരു സംഭവം നമ്മൾ അതൊരു വ്യൂസിന് വേണ്ടി ഏകദേശം 4-5 ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. കാരണം ഓരോ ദിവസം അർജുൻ്റെ അപ്ഡേറ്റ് ന്യൂസുകൾ കാണാൻ വേണ്ടി, അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഓരോ മലയാളികളും കാത്തു നിൽക്കുകയാണ്. ഒരു മകനെ നഷ്ടപ്പെട്ട വേദനയിൽ, അതല്ലെങ്കിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്നവരാണ് അവർ. നമ്മൾക്ക് ഇത്രയും വേദന ഉണ്ടെങ്കിൽ അവർക്ക് അതിന് എത്രത്തോളം മടങ്ങ് വേദന ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവരെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷമാക്കി കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും മലയാളികളുടെ ഓരോ മനസ്സിലും നോവ്, എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതും എന്തിനാണ് പബ്ലിക്കാക്കി കാണിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. ഒരു മകനെ എവിടെയാണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിൽ ഒരു അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. ഒരു മകൻ നഷ്ടപ്പെട്ട, ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട വീട്ടിൽ ഇത്രയും ആഘോഷങ്ങൾക്ക് ആവശ്യമുണ്ടോ? എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇവരെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മാനസികമായി തളർത്തുന്ന ഒരുപാട് മെസ്സേജുകൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. ആ മെസ്സേജ് ഇടുന്നവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത്രയും വിഷമത്തോടു കൂടിയാണ് ഓരോ മലയാളികളും അർജുനെ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ വീട്ടിലൊരു ആഘോഷമൊക്കെ കാണിച്ച്, അതും പബ്ലിക്കായിട്ട് കാണിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു വികാരം, അതാണ് അവർ തുറന്നു കാണിച്ചത്. അത് ഓരോരുത്തരെയും എത്രത്തോളം വേദനിച്ചു എന്നുള്ളത് ഈ ചാനലിന് അറിയില്ല. അവർക്ക് കിട്ടേണ്ട ഇൻകം മാത്രമാണ് അവർ ഓർത്തത്. പല ഫേക്ക് ന്യൂസുകളും ഉണ്ടാവും. എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്ന കണ്ടൻറ്റുകളൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അതൊരു വീഡിയോ ഒക്കെ ഇട്ടാൽ അത് അവർക്ക് ഇൻകം ഉണ്ടാക്കാം. അതിൻ്റെ ഉള്ളിലെ വസ്തുതകളൊന്നും അവർ അന്വേഷിക്കുന്നില്ല.
എനിക്കെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, അങ്ങനത്തെ വീഡിയോകളൊക്കെ വരും. കാരണം വെച്ചാൽ ഓരോരുത്തരും ഇപ്പം എങ്ങനെയാണ് തൻ്റെ വീഡിയോ റീച്ച് ആവുക എന്നുള്ള തരത്തിലുള്ള വീഡിയോകളായിരിക്കും ഇടുക. ആ ഒരു സമയത്ത് എനിക്ക് ചെറിയൊരു ചുമയുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നവരെ ഈ കമൻറ്റുകളും ഇവർ വീട്ടിലുള്ള ആൾക്കാരിലേക്ക് എത്തും. അവർ നിഷ്കളങ്കരായിട്ടുള്ള, ഇതൊന്നും അറിയാത്ത, വേദനിച്ച് സഹിച്ച് കഴിയുന്നവരായിരിക്കും. അവർക്കൊന്നും കരയാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ ഗതി കിട്ടാത്ത അലയുന്ന ആത്മാക്കളെ പോലെയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ പോയി, കർണാടകയിൽ നിന്ന് മന്ത്രിയെ കണ്ട്, ഉപമുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച് അവരിപ്പോൾ പല വാതിലുകളും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ നിസ്സഹായരാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്ക് നേരിട്ട് പോയിട്ട് അത് ആ മണ്ണ് നീക്കാനോ ഗംഗാവലി പുഴയിൽ ഒരാൾക്കാരെ നിർത്താനോ കുടുംബം വിറ്റെങ്കിലും എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റില്ല. പല നൂലാമാലകളും അതിൻ്റെ ഇടയിലുണ്ട്. കോടതി വരെ ഉത്തരവിട്ടതാണ് അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട്, അർജുൻ്റെ തിരച്ചിൽ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ ഉത്തരവുണ്ട്. എന്നിട്ടും കർണാടക സർക്കാർ നിസ്സംഗത പാലിക്കുകയാണ്. അത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇത്രയും കാലം തിരഞ്ഞിട്ടും, ഇത്രയും ദിവസങ്ങൾ തിരഞ്ഞിട്ടും നമുക്കതിൽ നിന്ന് അർജുൻ്റെ ലോറിയുടേതായിട്ടുള്ള ഒന്നും ലഭിച്ചിട്ടില്ല. ഒരു തടിയും തടിക്ക് കെട്ടുന്ന ഒരു കയറും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിനിടയിൽ പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. അർജുനെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ അർജുന് ഒലിച്ച് പോയ സമയത്ത് എവിടെയെങ്കിലും കരക്ക് കയറി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അർജുൻ്റെ വണ്ടിയിൽ കള്ളക്കടത്താണ്. അർജുൻ്റെ വണ്ടിയിൽ കള്ളക്കടത്തുണ്ടെന്നോ ഇനി കള്ളപ്പണമാണോ കള്ളത്തടിയാണോ എന്നൊന്നും അറിയില്ല. അത് തട്ടിയെടുക്കാൻ വേണ്ടി ആൾക്കാർ ആ ഒരു ദിവസം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അർജുൻ ഒളിവിലാണ്, ആരോഗ്യ തടങ്കലിലാണ്, അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളോ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊന്നു കളഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് തള്ളി എന്നൊക്കെയുള്ള പല വാർത്തകളും വരുന്നുണ്ട്. പിന്നെ മനാഫ് ചതിയനാണ്, മനാഫിന് ലോറിയാണ് കിട്ടേണ്ടത്, അങ്ങനത്തെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനിടയിലൊക്കെ ഒരുപാട് മനസ്സുകളും വേദനിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ വഴികളൊന്നും നമുക്ക് കണ്ണടച്ച് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഒരു സാധ്യതകളാണ്, ഇങ്ങനെയും സംഭവിക്കാം. കാരണം വെച്ചാൽ ലോറിയിൽ നിന്ന് പുഴയിൽ നിന്ന് ഇതുവരെ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ല. ലോറി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആകെയുള്ളൊരു പ്രതീക്ഷ ആ മൺകൂനകൾക്കടിയിൽ, പുഴയിലെ മൺകൂനകൾക്കടിയിൽ ആ ആൽമരമൊക്കെ നീക്കിക്കഴിഞ്ഞാൽ, മണ്ണുകളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ, ചളികളൊക്കെ നീക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ അർജുൻ്റെ ലോറി ഉണ്ടാവാം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് പല അഭ്യൂഹങ്ങളും പരക്കുന്നത്. അതുമാത്രമല്ല, ശിരൂരിൽ മണ്ണിടിച്ചിൽ നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് കടന്നുപോയ ഡ്രൈവേഴ്സ് പറയുന്നത്, അവർ പാസ് ചെയ്തു പോകുന്ന സമയത്ത് അവിടെ 3 ട്രക്ക് ഉണ്ടായിരുന്നു, ഒരു കാറുണ്ടായിരുന്നു. അർജുൻ്റെ ലോറി അവിടെ ഉണ്ടോ എന്ന് അവർക്ക് വ്യക്തമല്ല. പക്ഷേ മണ്ണിടിച്ചിൽ നടന്നതിന് ശേഷവും അങ്ങനെ ഒരു ട്രക്ക് നഷ്ടപ്പെട്ടതായോ, ഒരു ട്രക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്, ബാക്കി 2 ട്രക്ക് നഷ്ടപ്പെട്ടതായോ, മിസ്സിംഗ് ഉള്ളതായോ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പെട്ടതായോ ആരും പറയുന്നില്ല. അതിൻ്റെ ഇടയിലും വലിയൊരു ദുരൂഹതയുണ്ട്. അന്ന് അവിടെ വലിയൊരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്ന് ദൃക്സാക്ഷി പറയും. വിറക് ശേഖരിക്കാൻ വന്ന കർണാടക സ്വദേശി തന്നെയാണ് പറഞ്ഞത്. വലിയൊരു സ്ഫോടനമാണ്, സുനാമി പോലുള്ള വലിയൊരു ശബ്ദവും സ്ഫോടനവും പുഴയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ മരം കയറ്റിയുള്ള ഒരു ലോറി ബാക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ താന്നു വരുന്നതും കണ്ടിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹത അവിടെ ഉള്ളതായിട്ട് പലർക്കും തോന്നും. ആ ഒരു ദുരൂഹതകൾ പലരും പങ്കുവെക്കുന്നുമുണ്ട്. ആ സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ട്രെഡ്ജർ വന്ന് മണ്ണ് നീക്കണം, മൺകൂന നീക്കണം. അതിനുള്ളിൽ ലോറി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പലരും ഊഹിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ വാസ്തവം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ അതിൻ്റെയൊക്കെ അടിയിൽ പോയിട്ട് നിങ്ങൾ കമൻ്റ് ഇടുന്നത് സൂക്ഷിക്കണം. ചില വീഡിയോകളൊക്കെ അവരുടെ മുന്നിലെത്തും. കാരണം അർജുൻ്റെ സിസ്റ്റർ ഇതിൻ്റെ മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പലരും പല അഭ്യൂഹങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് അർജുനെ കിട്ടിയേ മതിയാവൂ എന്ന്. വരും ദിവസങ്ങളിൽ അർജുനെക്കുറിച്ച് നല്ലൊരു വാർത്ത ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന.